ഹലോ ഗൈസ്, സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഫസ്റ്റ് ഇൻഫോനെ അപ്റ്റസ്റ്റ് സ്പോർട്സ് കണ്ടക്ട് ചെയ്ത മൾട്ടിവേഴ്സ് സീരീസ് 3 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നവന്റെ ഗ്രൂപ്പ് സ്റ്റേജ് ഡേ 3 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് എയുടെയും ഗ്രൂപ്പ് ബിയുടെയും ലാസ്റ്റ് 6 മാച്ചുകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് എയിലെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈൽഡ് ഫാക്സ് തന്നെ ആ ഒരു പോയിന്റ് ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഡേ 1 അവർ വേറെ ലെവൽ ഡോമിനേഷനാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ അത്ര നല്ല പെർഫോമൻസ് അല്ലായിരുന്നു, പക്ഷെ സ്റ്റിൽ ആ ഒരു ടോപ്പ് പൊസിഷൻ അവർ എടുത്തിട്ടുണ്ട്. 121 പോയിന്റ്. സെക്കൻഡ് നിൽക്കുന്നത് ഗോളിലേക്കിന്റെ ഒരു ഡോമിനേഷൻ ആണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. മാച്ച് 1 തന്നെ 22 ഫിനിഷസോട് കൂടിയുള്ള ഡോമിനേറ്റിംഗ് ചിക്കൻ ഡിന്നർ ടീം സ്വന്തമാക്കി. അവിടെ അഡ്മിനോ 11 സോളോ ഫിനിഷസുകളാണ് സ്വന്തമാക്കിയത്. വേറെ ലെവൽ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒപ്പം തന്നെ മാച്ച് 5 16 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും സ്വന്തമാക്കി. അവിടെയും അഡ്മിനോടെ വക 8 ഫിനിഷസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. വേറെ ലെവൽ ഡോമിനേഷൻ ആണ് ഗോളിലേക്കിന്റെയും അഡ്മിനോടെ ഭാഗത്ത് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ 6 മാച്ചുകളിൽ 72 പോയിന്റാണ് ഇന്നലെ സ്വന്തമാക്കിയത്. അങ്ങനെ A2 പൊസിഷനിൽ നിൽക്കുന്നുണ്ട് 119 പോയിന്റായിട്ട്. ആൻഡ് വിൻഗോഡിന്റെയും ഒരു കംബാക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 11ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഏകദേശം 67 പോയിന്റ് ടീം സ്വന്തമാക്കിക്കൊണ്ട് 95 പോയിന്റോടെ ഒരു തേർഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. നമ്മളെ മല്ലു ടീമായുള്ള EMP 15ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 34 പോയിന്റായിട്ട്. ഇതിൽ നിന്ന് ടോപ്പ് 8 ടീമുകളാണ് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകുന്നത്. ബാക്കിയുള്ള ടീമുകളെല്ലാം പുറത്തായിട്ടുണ്ട്. അതിന്റെ ഈ ഒരു ഗ്രൂപ്പിലെ ടോപ്പ് റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്മിന 34 ഫിനിഷസോട് കൂടിയിട്ട് ആ ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ഇന്നലെ വേറെ ലെവൽ പെർഫോമൻസ് ആണ് അഡ്മിനോയുടെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇനി ഗ്രൂപ്പ് ബിയുടെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ടീം തമിഴാസിന്റെ ഒരു അടിപൊളി പെർഫോമൻസ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. 2 ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 80 പോയിന്റാണ് ഇന്നലെ 6 മാച്ചുകളിൽ ടീം സ്വന്തമാക്കിയത്. അങ്ങനെ 4ാം സ്ഥാനത്ത് നിന്നും 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് 131 പോയിന്റായിട്ട്. സെക്കൻഡ് വസിഷ്ഠ എത്തിയിട്ടുണ്ടായിരുന്നു 105 പോയിന്റായിട്ട്. തേർഡ് ഇൻഫർണോ സ്കോഡും എത്തി 90 പോയിന്റുമായിട്ട്. ആൻഡ് ഇതിൽ നിന്നും ടോപ്പ് 8 ടീമുകൾ സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയി. ഒറാങ്കുട്ടാനും റെക്കനിങ്ങിനും ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കാതെ പുറത്തായിരിക്കുകയാണ്. 2 ടോപ്പ് ടീമുകളാണ് സെമി ഫൈനൽസിലേക്ക് എത്താതെ പുറത്തായിട്ടുള്ളത്. ഇന്ന് ഗ്രൂപ്പ് സിയുടെയും ഗ്രൂപ്പ് ഡിയുടെയും മത്സരങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ സൈറക്സിന്റെ ടീമായുള്ള ടീം ഹെക്ടർ വരുന്നുണ്ട്, AOP വരുന്നുണ്ട്, നോണെക്സിന്റെ മത്സരങ്ങളൊക്കെ ഇന്ന് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇവരും അടുത്ത റൗണ്ടിലേക്ക് അല്ലെങ്കിൽ സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുമോ ഇല്ലെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ BGMI സ്പോർട്സിൽ കോച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര റയർ ആണ്. T1 ലെവലിലൊക്കെ കോച്ചുകൾ ഓരോ ടീമിനെയും കോച്ച് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ അതൊരു മലയാളി കോച്ച് ഒരു മലയാളി ടീമിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. എക്സോട്ടിക് സ്പോർട്സിന്റെ BGMI കോച്ചായിട്ട് മിക്കി ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മളെ കോച്ചിങ്ങിലൊക്കെ മലയാളികൾ ഉണ്ടാകുന്ന ഭയങ്കര റയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം മിക്കി ഇനി മുതൽ എക്സോട്ടിക് സ്പോർട്സിന്റെ BGMI കോച്ചായിരിക്കും. ഇനി ഈ ഒരു ടീമിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ഫയർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അതിന് വലിയൊരു ഹിന്റ് ആയിട്ട് ഫ്രീ ഫയറിന്റെ ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള ഗരീന ഇന്ത്യയിൽ ഒരു പുതിയൊരു ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം 15 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ക്രിയേറ്റേഴ്സ് ഇവന്റ് ആണ് അവർ ഓർഗനൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്രീ ഫയറിലെ ടോപ്പ് ക്രിയേറ്റേഴ്സിനെ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഇവന്റ്. മേ ബി ഈ ഒരു ഇവന്റോട് കൂടിയിട്ട് തന്നെ നമ്മളെ ഫ്രീ ഫയറും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസും ഉണ്ട്. നമുക്ക് എന്തായാലും അതിന്റെ അപ്ഡേറ്റുകൾ വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ ഫ്രീ ഫയർ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു ഇൻഫോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ സായിപ്പ് BGMI സ്പോർട്സിലേക്ക് ഒരു കംബാക്ക് നടത്തിയിരിക്കുകയാണ്. സായിപ്പിന്റെ തുടക്കത്തിൽ സായിപ്പ് കോമ്പറ്റേറ്റീവ് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരുന്നു. പിന്നീട് അതിനുശേഷം കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഫുള്ളി ഇറങ്ങി കോങ്കർ പുഷ് ആ ഒരു രീതിയിലേക്കായിരുന്നു. ഇപ്പൊ വീണ്ടും സായിപ്പ് ആ ഒരു കോമ്പറ്റേറ്റീവ് ലെവലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതും നമ്മളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമായുള്ള കാലൻ സ്പൈയോപ്പി അഫു സെക്സി കിഡിനും കൂടെ സായിപ്പും കൂടിയും LHE സ്പോർട്സിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു 5 മാൻ റോസ്റ്റേഴ്സ് ആയിരിക്കും LHE സ്പോർട്സ് നമ്മളെ മല്ലു ഓർഗിന് വേണ്ടിയിട്ട് കളിക്കാൻ പോകുന്ന. വേറെ ലെവൽ പെർഫോമൻസ് ഈ ഒരു ടീം BGISലും അല്ലെങ്കിൽ വരുന്ന ടൂർണമെന്റിലും കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. സായിപ്പോപ്പിയും ഈ ഒരു ടീമിന്റെ കൂടെ എത്രത്തോളം അടിപൊളിയായി കളിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്നലെ നടന്ന 2ാമത്തെ തേർഡ് പാർട്ടി ഇവന്റ് വണ്ണം ഒഫീഷ്യലി കണ്ടക്ട് ചെയ്ത 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നവന്റെ പ്രീ ക്വാർട്ടർ ഫൈനൽസിന്റെ ഡേ 3 ഗ്രൂപ്പ് സിയുടെ മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പിന് 6 മാച്ചുകളാണ് പ്രീ ക്വാർട്ടറിൽ കിട്ടുന്നത്. അങ്ങനെ സിയുടെ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ റിച്ച് ഒഫീഷ്യൽസ് ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്നുണ്ട് 58 പോയിന്റായിട്ട്. സെക്കൻഡ് 8 ബിറ്റ് നിൽക്കുന്നുണ്ട് 51 പോയിന്റായിട്ട്. തേർഡ് ഗോളിലേക്കും നിൽക്കുന്നുണ്ട് 45 പോയിന്റായിട്ട്. ഇതിൽ നിന്നും ടോപ്പ് 12 ടീമുകളാണ് ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയുള്ളത്. WSB ഗെയിമിങ്ങിന് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. അവർ
പുറത്തായിരിക്കുകയാണ്. ആൻഡ് പ്രീ ക്വാർട്ടറിന്റെ ലാസ്റ്റ് ഡേ ഇന്നാണ് വരുന്നത്. ഇനി ഗ്രൂപ്പ് ഡിയുടെ മത്സരങ്ങളും കൂടിയാണ് ഈ ഒരു പ്രീ ക്വാർട്ടറിലുള്ളത്. അതിനുശേഷം നമുക്ക് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ ഇപ്പോൾ കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് ബൈ ഗൈസ്.